ഹലോ സ്റ്റുഡൻസ്, വീണ്ടും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പൂവർ സെക്ഷനെ പറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലേ, പൂവറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, പൂവർ എന്നും നോൺ പൂവർ എന്നും, അതുപോലെ കാറ്റഗറൈസിംഗ് ദ പോവർട്ടി എന്താണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടതാണ് എന്താണ് പോവർട്ടി ലൈൻ, ഡെഫിനിഷനാണ് വാട്ട് ഈസ് പോവർട്ടി ലൈൻ, എന്താണ് ദാരിദ്ര്യരേഖ എന്നാണ് നമ്മൾ അവിടുത്തെ പഠിക്കാനായിട്ട് പോകുന്നത്. Poverty line is the cut-off point which divides the population as poor and non-poor. അത് പഠിക്കുകയും വേണം. നല്ലതായിട്ട് ആ പോയിന്റ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയിരിക്കണം. പോവർട്ടി ലൈനിന് ഹെഡിങ് കൊടുത്തിട്ട് എന്താണ് പോവർട്ടി ലൈൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് എഴുതണം. ജനങ്ങളെ ദരിദ്രരെന്നും ദരിദ്രരല്ലാത്തവരെന്നും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് നമ്മൾ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത പറയാണ്, വരുമാന വിതരണത്തിന്റെ ഒരു തലത്തിൽ വെച്ചാണ് ദരിദ്രരല്ലാത്തവരെന്നും ദരിദ്രരല്ലാത്തവരെന്നും വേർതിരിക്കുന്നത്. കട്ട് ഓഫ് പോയിന്റ് ക്യാൻ ബി എ ലൈൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഒരു വരുമാനത്തിന്റെ ഒരു പ്രത്യേക തലത്തിൽ വെച്ചാണ് ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വേർതിരിക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുക. അപ്പം പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ പോവർട്ടി ലൈൻ ഇസ് ദ കട്ട് ഓഫ് പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ പോപ്പുലേഷൻ ആസ് പൂവർ ആൻഡ് നോൺ പൂവർ. പൂവർ എന്നും നോൺ പൂവർ എന്നും അല്ലാതായിട്ട് ഡിവൈഡ് ചെയ്യുന്ന കട്ട് ഓഫ് പോയിന്റിന് പറയുന്ന പേരാണ് പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അത്രയും ആ പോയിന്റ് പഠിക്കുക. അതിനുശേഷം ഒരു സെന്റൻസും കൂടെ പഠിക്കണം. ദ കട്ട് ഓഫ് പോയിന്റ് ക്യാൻ ബി ഓൺ ദി ലൈൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. വരുമാനത്തിൻ്റെ ഒരു പ്രത്യേക തലത്തിൽ വെച്ചാണ് നമ്മൾ ദരിദ്രരെന്നും ദരിദ്രരല്ലാത്തവരെന്നും വേർതിരിക്കുന്നത്. പൂവർ ആൻഡ് കാറ്റഗറൈസ് ദ പീപ്പിൾ ഇൻ ടു പൂവർ ആൻഡ് നോൺ പൂവർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുക. അപ്പം അത്രയും ആ പോയിന്റ് വേണം. അതിനുശേഷം അടുത്ത പാരഗ്രാഫിലും ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ എക്സാമിനേഷന് ചോദിക്കാവുന്നതാണ്. ആ സെക്കൻഡ് പാരഗ്രാഫ് ഞാൻ വായിക്കുകയാണ്. ദ മിനിമം കലോറി ഇൻടേക്ക് ഇൻ 2400 ഫോർ എ റൂറൽ പേഴ്സൺ ആൻഡ് 2100 ഫോർ ആൻ urban person. The calorie is equivalent in rural areas and higher because people engage in heavy work more than in rural areas than in urban areas. ആ പോയിന്റ്സ് അത്രയും പോയിന്റ് നോട്ട് ചെയ്യണം. അത് നോട്ട്ബുക്കിലേക്ക് എഴുതുകയും വേണം. അവിടെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ പലതാണ് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാമീണർക്ക് അതുപോലെ കലോറിയുടെ അടിസ്ഥാനത്തിലും നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പിള്ളേരെ, ദാരിദ്ര്യം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ദാരിദ്ര്യം മെഷർ ചെയ്യാൻ, പോവർട്ടി മെഷർ ചെയ്യാൻ നമ്മൾ പറഞ്ഞു പോവർട്ടി ലൈനാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കലോറിയുടെ അടിസ്ഥാനത്തിൽ, കാലറീസ് അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ സാധിക്കും, ദാരിദ്ര്യം നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അവിടെ പറയാണ്, ഗ്രാമീണർക്ക് 2400 2400, അതുപോലെ നഗരവാസികൾക്ക് അർബൻ ഏരിയാസിൽ താമസിക്കുന്നവർക്ക് 2100 2100 കലോറിയുമാണ് ഏറ്റവും കുറഞ്ഞ കലോറി ആയിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം കലോറി നിശ്ചയിച്ചിരിക്കുകയാണ്. നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് 2400, നഗരപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് 2100 കലോറിയുമാണ് ഏറ്റവും കുറഞ്ഞ കലോറിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. നഗരവാസികളേക്കാൾ ഗ്രാമവാസികൾക്കാണ് നമുക്ക് എന്ത് പിള്ളേരെ, നമുക്കറിയാം കായിക അധ്വാനം കൂടുതലായിട്ട് അല്ലെ, മണ്ണിൽ പണിയെടുക്കുന്നവരെന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ, അതവിടെ പറഞ്ഞിട്ടുണ്ട്. ദ കലോറീസ് ഈക്വലന്റ് ഇൻ റൂറൽ ഏരിയാസ് ഹയർ. റൂറൽ ഏരിയാസിൽ കൂടുതലായിട്ട് കലോറി ആവശ്യമുണ്ട്. ബിക്കോസ് പീപ്പിൾ എൻഗേജ് ഇൻ ഹെവി വർക്ക് മോർ ദാൻ ഇൻ റൂറൽ ഏരിയാസ് ദാൻ ഇൻ അർബൻ ഏരിയാസ്. അർബൻ ഏരിയയെക്കാളിലും ഏറ്റവും കൂടുതൽ ആളുകൾ നല്ലതായിട്ട് ജോലി ചെയ്യുന്നത് എവിടെയാണ്, ഗ്രാമപ്രദേശങ്ങളിലാണ്. അതുകൊണ്ടാണ് അവിടെ കലോറി കൂടുതലായിട്ട് ആവശ്യമുള്ളത് എന്നുള്ള പോയിന്റാണ് അവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ, അത്രയും പോയിന്റുകളും കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ എഴുതണം. ഇനി അതിൻ്റെ അടുത്ത പാരഗ്രാഫിൽ അവിടെ പറയുന്നുണ്ട് പല രീതിയിലും ഏതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദാരിദ്ര്യം മെഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അത് നിങ്ങൾ നല്ലതായിട്ടൊന്ന് വായിച്ച് നോക്കിയിരിക്കണം. ഇത്രയും പോയിന്റ്സ്, ഈ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയും നോട്ട്ബുക്കിലേക്ക് എഴുതുകയും. പോവർട്ടി ലൈൻ എന്താണെന്ന് പഠിക്കണം. അതിനുശേഷം ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും റൂറൽ ഏരിയാസ് ആൻഡ് അർബൻ ഏരിയാസ് ടു മെഷർ ദ പോവർട്ടി ഇൻ കലോറീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പോവർട്ടിയെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഗ്രാമപ്രദേശങ്ങളിൽ എത്ര കലോറിയാണ് എക്സാമിനേഷൻ അത് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കി വെക്കണം. ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടുള്ള 2400 കലോറിയും, അതേപോലെ നഗരപ്രദേശങ്ങളിൽ അർബൻ ഏരിയാസിൽ 2100 കലോറിയുമാണ് ആവശ്യമായിട്ടുള്ള. ആ ഭാഗം കലോറിയുടെ അളവ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി അതിനുശേഷം അവിടെ കോളത്തിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം ഡോളർ പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതും നിങ്ങൾ പഠിക്കുകയും നോട്ട്ബുക്കിലേക്ക് എഴുതുകയും ചെയ്യണം. ഡോളർ പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ വേൾഡ് ബാങ്ക് യൂസസ് $1 and $2 poverty lines. People below the poverty $2 are regarded as poor, and the poor below the income $1 are regarded as very poor.
അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഡോളർ പോവർട്ടിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കണക്കാക്കുന്നു. നമുക്കറിയാം ഇന്റർനാഷണൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ ആക്സെപ്റ്റ് ചെയ്ത കറൻസിയാണ് ഡോളർ അല്ലെ. ഡോളറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് കണക്കാക്കുകയാണ്, ദാരിദ്ര്യരേഖ മെഷർ ചെയ്യുകയാണ്. ലോക ബാങ്ക് ഡോളർ കണക്കിലാണ് ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നത്. ദിവസം $2 താഴെയാണ് വരുമാനമുള്ളവരെങ്കിൽ അവരെ ദരിദ്രരായും, $1 താഴെയാണ് വരുമാനമെങ്കിൽ പരമദരിദ്രരായിട്ടും വെരി പുവർ ആയിട്ടും അവരെ കണക്കാക്കുന്നു. അതാണ് പറയാം ഡോളർ ദാരിദ്ര്യരേഖ എന്താണെന്ന് പഠിക്കുകയും ചെയ്യണം, അത് എഴുതുകയും വേണം. വേൾഡ് ബാങ്ക് യൂസസ് ദ $1 a day. People below the income $2 a day are regarded as poor. അപ്പം $2 താഴെയാണ് വരുമാനമെങ്കിൽ അവരെ എന്തായിട്ട് കണക്കാക്കുന്നു, ദരിദ്രരായിട്ട് കണക്കാക്കുന്നു. ആൻഡ് ദ പീപ്പിൾ ബിലോ ഇൻ ദ ഇൻകം $1 താഴെയാണെങ്കിൽ ആളുകൾ എന്താണ്, വെരി പുവർ, പരമദരിദ്രരായിട്ട് കണക്കാക്കുന്നു. ആ പോയിന്റ് വേണം, പഠിക്കുകയും ചെയ്യും. ഇനി അതിനുശേഷം അടുത്ത അടുത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ദാരിദ്ര്യം ഉണ്ടാകാനുള്ള കാരണങ്ങൾ, അതുപോലെ ബേസിക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. നമുക്ക് ദാരിദ്ര്യമില്ല, ദാരിദ്ര്യമാണെങ്കിൽ നമുക്ക് എന്താണ്, നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടുകയില്ല, അതുപോലെ നമുക്ക് എന്താണ്, നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് പലവിധ പ്രോബ്ലംസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുക അല്ലേ. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടുത്ത പാരഗ്രാഫിൽ നമ്മൾ പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ നമ്മൾ എക്കോണമിസ്റ്റുകൾ പല പോവർട്ടി ലൈൻ മെഷർ ചെയ്യാനായിട്ട് പല ഇതും ഉപയോഗിച്ചിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സെൻ ഇൻഡെക്സ് ഉണ്ട്, അതുപോലെ പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് ഉണ്ട്, സ്ക്വയർഡ് പോവർട്ടി ഗ്യാപ്പ് ഉണ്ട്, തുടങ്ങിയവയെല്ലാം പോവർട്ടി മെഷർ ചെയ്യാനായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത കുറേ ടൂളുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി, വായിച്ച് മനസ്സിലാക്കി വെച്ചോണം. വല്ല 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവർട്ടി ദാരിദ്ര്യം മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഇവിടെ ചോദിച്ചാൽ സെൻ ഇൻഡെക്സും, അതുപോലെ പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സും, അതുപോലെ പോവർട്ടി സ്ക്വയർഡ് പോവർട്ടി ഗ്യാപ്പും തുടങ്ങിയവയൊക്കെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയാനായിട്ട് പറ്റും. ഇനി അടുത്ത നമുക്ക് വേണ്ടത് ദ നമ്പർ ഓഫ് പുവർ ഇൻ ഇന്ത്യ. ഒരു ചെറിയൊരു ഇക്വേഷൻ പറയുന്നുണ്ട്. ദ നമ്പർ ഓഫ് പുവർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ദരിദ്രരുടെ എണ്ണത്തെ പറ്റിയാണ് പറയുക. When the number of poor is estimated as the proportion of the people below poverty line, it is known as the head count ratio or poverty incidence ratio എന്ന് പറയുക. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നാണ് അവിടെ പറയുക. ദരിദ്രരുടെ എണ്ണത്തെ ദാരിദ്ര്യക്ക് താഴെയുള്ള ആളുകളുടെ അനുപാതമായി കണക്കാക്കുമ്പോൾ അതിനെ തലയെണ്ണം, ഹെഡ് കൗണ്ട് റേഷ്യോ എന്നാണ് പറയുക. അപ്പം നമുക്കറിയാം സ്കൂളുകളിലൊക്കെ നമ്മൾ തലയെണ്ണം, കുട്ടികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന റേഷ്യോ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് അവിടെ പറയുക. വിത്ത് നമ്പർ ഓഫ് പുവർ ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യക്ക് താഴെയുള്ള ആളുകളെ നമ്മൾ ഇത് ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാന ഹെഡ് കൗണ്ട് റേഷ്യോ അല്ലെങ്കിൽ തലയെണ്ണൽ അനുപാതത്തിലാണ് നമ്മളത് കണക്കാക്കുന്നത്. ദരിദ്രരുടെ എണ്ണത്തെ ദാരിദ്ര്യക്ക് താഴെയുള്ള ആളുകളുടെ അനുപാതമായി കണക്കാക്കുമ്പോൾ അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെഡ് കൗണ്ട് റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അവിടെ പറയുക. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. അതിനുശേഷം അവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഹെഡ് കൗണ്ട് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ പറയുന്നുണ്ട്. ആ ഇക്വേഷൻ പഠിക്കണം. അതും 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഹെഡ് കൗണ്ട് റേഷ്യോ കാണാനുള്ള ഇക്വേഷനാണ് നമ്പർ ഓഫ് പുവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. നമ്പർ ഓഫ് പുവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. തലയെണ്ണൽ അനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പുവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പോൾ ഹെഡ് കൗണ്ട് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, നമ്മൾ എന്താണ് ദരിദ്രരുടെ എണ്ണത്തെ നമ്മൾ ഏതുകൊണ്ട് ഹരിക്കുകയാണ്, നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ ആകെ ജനസംഖ്യയോട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പിള്ളേരെ, ഹെഡ് കൗണ്ട് റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുക. ഇനി അതിനുശേഷം ഒരു ടേബിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടേബിളിൻ്റെ ഹെഡിങ് നോക്കിക്കുകയും എസ്റ്റിമേറ്റ്സ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. എസ്റ്റിമേറ്റ്സ് നമ്മുടെ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കണക്കുകളെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡേറ്റകളാണ് കൊടുത്തിരിക്കുന്നത്. 1973-74 തൊട്ട് 1999 വരെയുള്ള നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ കണക്കുകളാണ് അവിടെ ടേബിൾ സഹിതം കൊടുത്തിരിക്കുന്നത്. നഗരങ്ങളിൽ എന്തോരം ദരിദ്രരുണ്ട്, ഗ്രാമപ്രദേശങ്ങൾ റൂറൽ പുവർ എന്തോരമുണ്ട്, അതുപോലെ ഏർബൻ പുവർ എന്തോരമുണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ പുവർ എന്തോരമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടേബിൾ ഒന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നിങ്ങൾ ഈ ഹെഡിങ് കൊടുക്കണം നോട്ട്ബുക്കിലേക്ക്. എസ്റ്റിമേഷൻ ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ എന്ന് ഹെഡിങ് കൊടുക്കണം. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ മതിപ്പ് കണക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കണക്ക് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഒരു 3 പോയിന്റ് നിങ്ങൾ എഴുതണം. ആ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ് താഴേക്ക് അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ആ ടേബിൾ ഒരു 3 പോയിന്റ്സ് നിങ്ങളത് പറയണം. പോവർട്ടി ഹാവൽ ഫ്രം ദി 54% ഇൻ ദ മിഡ് 70s to 26% by 2000. Poverty halved from the 54% in the mid 70s to 26% by 2000. അപ്പം 1970-കളിൽ ദാരിദ്ര്യം 54%
2000 ആയപ്പോഴേക്കും 26% എന്ത് കുറഞ്ഞു? ദാരിദ്ര്യം കുറഞ്ഞു. അതാണ് നമ്മൾ ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്ത്യയിലെ ദാരിദ്ര്യത്തെ പറ്റി പറയുകയാണ്. 1970 കാലഘട്ടത്തിൽ നമ്മുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ടോട്ടൽ പോവർട്ടി എന്ന് പറയുന്നത് എത്ര ശതമാനം ഉണ്ടായിരുന്നു? 54%. ദാറ്റ് ഈസ് ഹാവൽ എന്താണ് പകുതിയായിട്ട് ഏകദേശം കുറഞ്ഞു. എത്രയാണ്? 26% ആയിട്ട് ഹാഫായിട്ട് കുറഞ്ഞു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുക. അടുത്ത സെക്കൻഡ് പോയിന്റ്, rural poverty has always been more than urban poverty. റൂറൽ പോവർട്ടി എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലെ ദാരിദ്ര്യം. റൂറൽ പോവർട്ടി ഹാസ് ഓൾവേസ് ബീൻ മോർ ദാൻ urban പോവർട്ടി. ഗ്രാമീണ ദാരിദ്ര്യം എപ്പോഴും നഗര ദാരിദ്ര്യത്തെക്കാൾ എന്താണ്? കൂടുതലായിരുന്നു. അപ്പോൾ എപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലാണ് ഗ്രാമീണ ദാരിദ്ര്യം, ഗ്രാമപ്രദേശങ്ങളിലാണ് നഗരപ്രദേശങ്ങളെക്കാൾ കൂടുതലായിട്ട് ദാരിദ്ര്യം കൂടുതലായിട്ട് ഉള്ളത്. മൂന്നാമത്തെ അടുത്ത പോയിന്റ് എന്ന് പറയുക, in 1977-78 അവിടെ പറയാണ് the first major reduction in the poverty happened during 1977-78 to 1983. അവിടെ പറയാണ് 1977 ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും. ടേബിൾ കാണാതൊന്നും പഠിക്കേണ്ട, ടേബിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1977-78 കാലഘട്ടങ്ങൾ മുതൽ 1983 വരെയുള്ള കാലഘട്ടത്തിൽ മാത്രമാണ് ദാരിദ്ര്യത്തിന്റെ ഗണ്യമായിട്ടുള്ളൊരു കുറവ് ഉണ്ടായിട്ടുള്ളത്, ഒരു ഇടിവ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുക. 1977-78 മുതൽ 83 വരെയുള്ള കാലഘട്ടത്തിലാണ് ദാരിദ്ര്യം ബിഗ് റിഡക്ഷൻ ഇൻ പോവർട്ടി, ദാരിദ്ര്യത്തിന് വലിയൊരു കുറവ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവിടെ പറയുക. അപ്പോൾ 3 പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം, പഠിക്കുകയും ചെയ്യണം. അതിനുശേഷം വാട്ട് ആർ ദ കോസസ് ഓഫ് പോവർട്ടി? ബാക്ക്ഗ്രൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നിങ്ങളൊന്ന് ഓരോരോ പോയിന്റ് ഒറ്റ ഒരു വേർഡ് വെച്ചേ ഞാൻ അതിന് പറയുന്നുള്ളൂ. അതിനുശേഷം അടുത്ത വരുന്ന ടോപ്പിക്ക് നിങ്ങൾ നല്ലതായിട്ട് പഠിക്കണം. കാരണം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് ജസ്റ്റ് എന്താണ് നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കാനായിട്ടുള്ള കാരണം, നമ്മൾ ആ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് പഠിച്ച നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അവിടെ. ബാക്ക്ഗ്രൗണ്ട് ഓഫ് പോവർട്ടി അതാണ്, അങ്ങനെയാണ് പഠിക്കുന്നത്. അടുത്തതാണ് നമ്മൾ ഈ പഠിക്കുക കോസസ് ഓഫ് പോവർട്ടി. ഇതിനുള്ള കാരണങ്ങൾ 10 പോയിന്റ് പറയുന്നത്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്ന് ബാക്ക്ഗ്രൗണ്ട് ഓഫ് പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യം ഉണ്ടാകാനായിട്ടുള്ള പശ്ചാത്തലം എന്തായിരുന്നു എന്നാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ ഇന്ത്യയിലെ മെയിൻ പ്രശ്നം കൊളോണിയൽ പോളിസി. ഒന്നാമത് നമുക്ക് ഒത്തിരി അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ആ ഒറ്റ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യ എന്താക്കി മാറ്റി? ദരിദ്രമാക്കി മാറ്റി എന്ന് എഴുതിയാണ്. കൊളോണിയൽ പോളിസി ഓഫ് ദി ബ്രിട്ടീഷ് ഇന്ത്യ ഏതാണ് പോവർട്ടി, ഇന്ത്യ എന്തിലേക്ക് നയിച്ചു? ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു. ദ കൊളോണിയൽ പോളിസി എന്ന് മാത്രം പഠിച്ചാൽ മതി. ബാക്ക്ഗ്രൗണ്ട് ഓഫ് എങ്ങനെയാണ് നോട്ട്ബുക്കിൽ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് പോവർട്ടി എന്ന് ഹെഡിങ് കൊടുക്കുക. അപ്പോൾ പോവർട്ടിയിലേക്ക് നയിച്ച പശ്ചാത്തലം. ഒന്നാമത്തെ കൊളോണിയൽ പോളിസി, ജസ്റ്റ് ഒറ്റ സെന്റൻസ് ചെയ്താൽ മതി. കൊളോണിയൽ പോളിസി മലയാളത്തിലുള്ളവർ എന്താണ്? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ ദരിദ്രമാക്കി. സെക്കൻഡ്, ജമീന്ദാരി സിസ്റ്റം. ജമീന്ദാരി സമ്പ്രദായം ലീഡ്സ് ടു എ പോവർട്ടി. ഇന്ത്യ എന്തിലേക്ക് നയിച്ചു? ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു. ജമീന്ദാരി സിസ്റ്റം എന്ന് മാത്രം എഴുതിയാൽ മതി. ജമീന്ദാരി സമ്പ്രദായം ഇന്ത്യയെ എന്തിലേക്ക് നയിച്ചു? ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു. മൂന്നാമത്തെ എന്ന് പറയാം ലാൻഡ് റിഫോംസ് ആണ്. മൂന്നാമത്തെ എന്താണ്? ഭൂനയ പരിഷ്കരണം. The land reforms introduced in independent India were successful only in few states. നമ്മൾ ലാൻഡ് റിഫോംസ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയെങ്കിലും അത് എന്താണ്? കുറച്ച് സ്റ്റേറ്റുകളിൽ മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ, അത് വിജയകരമായിരുന്നുള്ളൂ. അതാണ് അവിടെ പറയുക. പൂർണ്ണയ പരിഷ്കരണം നടപ്പിലാതെ ആ പോയിന്റ് 2 സെന്റൻസ് എഴുതണം. പൂർണ്ണയ പരിഷ്കരണം നടപ്പിലാക്കിയെങ്കിലും അപൂർവം ചില സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നത് വിജയമായിരുന്നുള്ളൂ. അതാണ് അടുത്ത കാരണം. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇറ്റ്, നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം ഉണ്ടാകാനുള്ള ആ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം എന്ന് പറയാം. അടുത്തെന്ന് പറയുക സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. ഒരു സെന്റൻസേ ഉള്ളൂ. സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് എന്താണ്? ആളുകൾ എങ്ങനെയായിരുന്നു? സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ചെറുകിട കർഷകരായ തുണ്ടുഭൂമികളായിരുന്നു കൈവശം ഉണ്ടായിരുന്നത്. 25 സെന്റ് 50 സെന്റ് അങ്ങനെ കൈവശമുള്ള ആളുകളെ സംബന്ധിച്ചോളം വലിയ കൃഷി ചെയ്ത് അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. അതാണ് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്. സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ചെറുകിട കർഷകരായിരുന്നു ആളുകളായിട്ട് ഉണ്ടായിരുന്നത്. അടുത്ത സം പെർമനന്റ് സെഗ്മെന്റ് ഓഫ് ദി പുവർ മെമ്പേഴ്സ് ഓഫ് SC/ST ഗ്രൂപ്പ് ഡു നോട്ട് ഹാവ് ദ സ്കിൽ ആൻഡ് കേപ്പബിലിറ്റീസ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസവും വൈവിധ്യവും ഒക്കെ എന്തായിരുന്നു? വളരെയധികം കുറവായിരുന്നു. അതായിരുന്നു അടുത്ത പ്രശ്നം എന്ന് പറയുക. അടുത്ത ലാസ്റ്റ് വൺ ഈസ് പോവർട്ടി ഇൻ അർബൻ ഏരിയാസ്.
poverty in urban areas is mainly caused by migration. അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടാകാനുള്ള മെയിൻ കാരണം മൈഗ്രേഷൻ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരപ്രദേശങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നു, മൈഗ്രേറ്റ് ചെയ്യുന്നു, കുടിയേറി പാർക്കുന്നു. അതാണ് നഗരപ്രദേശങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടാകാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണമെന്ന് പറയാം. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് പോവർട്ടി തന്നെ ഹെഡിങ് കൊടുക്കണം. അപ്പം ദാരിദ്ര്യത്തിലേക്ക് നയിച്ച പശ്ചാത്തലം എന്താണ് എന്നാണ് പറയുക. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ദ കൊളോണിയൽ പോളിസി, ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ. രണ്ടാമത്തെ സെമീന്ദാരി സമ്പ്രദായം, അതുപോലെ ഭൂനയ പരിഷ്കരണം, ലാൻഡ് റിഫോംസ് ദാറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ഇന്ത്യ വാസ് സക്സസ്ഫുൾ ഇൻ ഓൺലി ഇൻ ഫ്യൂ സ്റ്റേറ്റ്സ്. കുറച്ച് സ്റ്റേറ്റുകളിൽ മാത്രമേ അത് വിജയകരമായിരുന്നുള്ളൂ. അതുപോലെ എന്താ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, ചെറുകിട കർഷകർ. അതുപോലെ ദ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ദാറ്റ് ബിലോങ്സ് ടു SC/ST ഗ്രൂപ്പ്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസവും വൈവിധ്യവും ഒക്കെ കുറവായിരുന്നു. അടുത്ത എന്താണ്, poverty in urban areas is mainly caused by migration. നഗരപ്രദേശങ്ങളിൽ ദാരിദ്ര്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയാം ഗ്രാമങ്ങളിൽ നിന്നുള്ള കുടിയേറ്റമാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സിൽ കയറാവുള്ളൂ. കൃത്യമായിട്ട് വായിച്ച് പഠിക്കണം, ഞാൻ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം. ഓക്കെ സ്റ്റുഡൻസ്, ഓക്കെ, താങ്ക് യു.